അവളുടെ വീട്ടിൽ കല്യാണ ആലോചനകൾ തുടങ്ങിയെന്ന് ഇന്നലെ കടവത്തു വെച്ചു കണ്ടപ്പോൾ പറഞ്ഞു. എന്താ ചെയ്യണ്ട എന്ന് ഒരു നിശ്ചയവുമില്ല. ഒരു ജോലിക്കു വേണ്ടി അലയാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. രാത്രിയിൽ ഉറക്കമില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ടെൻഷനാണ്. ആ ദിവസം അവനിന്നും ഓർക്കുന്നു. മെയ് 13 കന്യാമറിയത്തിന്റെ മുന്നിൽ വെച്ചവൾ പറഞ്ഞത് അമേരിക്കയിലെ ഫ്രണ്ടിന്റെ മകനുമായി പപ്പ അവളുടെ കല്യാണം ഉറപ്പിച്ചു. അവൾ തന്റെ കാര്യം വീട്ടിൽ മമ്മിയോട് പറഞ്ഞു. മമ്മിക്ക് ഒരുപാട് സങ്കടായി. വേറെ ജാതി, ഇതൊരിക്കലും നടക്കില്ലെന്ന് മമ്മി പറഞ്ഞു. പപ്പ അറിഞ്ഞാൽ ഒരുപാട് വേദനിക്കുമെന്നു പറഞ്ഞു. മോളെപ്പറ്റി ഒരുപാട് പ്രതീക്ഷയുണ്ട് പപ്പയ്ക്ക്. ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇതറിഞ്ഞാൽ പിന്നെയും വയ്യാണ്ടാകുമെന്നു പറഞ്ഞു. മോളിത് മറക്കണമെന്നു പറഞ്ഞു. മമ്മി അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്നു പറഞ്ഞു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് നിർത്താതെ ഒഴുകുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, അവരെ സങ്കടപ്പെടുത്താതിരിക്കാൻ ഞാൻ നിന്നെ സങ്കടപ്പെടുത്തിക്കോട്ടെ. അവൾ ഏന്തി കരഞ്ഞുകൊണ്ട് പിന്നെയും പറഞ്ഞു, ഇനി നമ്മൾ ഒരിക്കലും കാണുകയില്ല. എന്നെ വെറുക്കരുത്. മനസ്സിലുണ്ടാകും മരിക്കും വരെ. ആ വാക്കുകൾ ഇപ്പോഴും അവന്റെ മനസ്സിൽ മുഴങ്ങുന്നു. പിറ്റേ മാസം അവളുടെ കല്യാണമായിരുന്നു. അതു കഴിഞ്ഞവൾ അമേരിക്കയിലേക്ക് പോയി. പിന്നീടുള്ള ദിവസങ്ങൾ അവൾ തന്റെ ഹൃദയത്തിൽ എത്ര ആഴത്തിൽ പതിഞ്ഞുപോയെന്ന് തനിക്ക് ബോധ്യപ്പെടുന്ന ദിവസങ്ങളായിരുന്നു. ഭ്രാന്തു പിടിച്ച അവസ്ഥയായിരുന്നു. ദേഷ്യം, എല്ലാവരോടും ദേഷ്യം. പകലും രാത്രിയും എല്ലാം അവളുടെ മുഖം തന്നെയായിരുന്നു മനസ്സിൽ. അവളെ കിട്ടാത്തതിലുള്ള ദേഷ്യം ചുറ്റുമുള്ള എല്ലാവരോടും തീർത്തു. ഒരു ദിവസം അമ്മയോടും ദേഷ്യപ്പെട്ടു. അന്ന് ആ ആലിന്റെ ചുവട്ടിൽ കിടന്ന് ഒരുപാട് നേരം കരഞ്ഞു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. പക്ഷെ മനസ്സിൽ നിന്നും അവൾ ഇറങ്ങിപ്പോയില്ല. അമ്മയ്ക്ക് വയ്യാതെയായി. അവസാനം അമ്മ കാണിച്ചു തന്ന പെണ്ണിന്റെ കഴുത്തിൽ താൻ താലി ചാർത്തി. അവന്റെ മനസ്സിൽ അപ്പോഴും ടീനയായിരുന്നു. ടീനയെ കിട്ടാത്തതിലുള്ള ദേഷ്യവും വാശിയുമെല്ലാം പ്രിയയോടും കാണിച്ചവൻ. നല്ല ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ദേഷ്യത്തോടെ മാത്രമേ സംസാരിക്കൂ അവളോട്. പറയാതെ പോകും, തോന്നുമ്പോൾ കയറി വരും. അവൾ പരാതിയൊന്നും പറയാറില്ല. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാകും. അങ്ങനെ 2 വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കവലയിൽ കൃഷ്ണേട്ടന്റെ കടയിൽ നിന്നും അരി വാങ്ങി വരുമ്പോൾ തുണിക്കടയിൽ നിന്നും ഇറങ്ങി വരുന്ന ആളെ കണ്ടവൻ ഞെട്ടി. ആദ്യം കണ്ടപ്പോൾ അവന് പെട്ടെന്ന് മനസ്സിലായില്ല. ടീന ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. വണ്ണം വച്ചിട്ടുണ്ട്. ജീൻസും ടോപ്പുമാണ് വേഷം. തോളിൽ ഒരു കുഞ്ഞു ഉറങ്ങുന്നുണ്ട്. അവളുടെ മുന്നേ ഓടുന്ന കുട്ടിയോടവൾ ടോണി, ഡോണ്ട് റൺ, ഗെറ്റ് ഇൻ ടു ദ കാർ എന്ന് പറഞ്ഞ് തലയുയർത്തിയപ്പോഴാണ് തന്നെ അവൾ കണ്ടത്. ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന തന്റെ നേരെ നടന്നു വന്നവൾ മുഖത്തേക്ക് നോക്കി നിന്നു. എന്തു പറയണമെന്നറിയാതെ താനും. സുഖമല്ലേ അവൾ ചോദിച്ചു. അതെന്ന് താൻ തലയാട്ടി. അവളുടെ തോളത്തെ കുഞ്ഞാവയെ നോക്കി. മോളാണ് ടിയ, മൂത്ത ആള് ടോണി. ഇവരാണിപ്പോ എന്റെ ലോകം. സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുന്ന ബെൻസ് കാറിൽ നിന്നും മമ്മി കം ഫാസ്റ്റ് എന്നുള്ള ഉച്ചത്തിലുള്ള വിളി കേട്ടവൾ തന്നോട് നടക്കട്ടെ, നാളെ തിരിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ടവൾ കാറിലേക്ക് നടന്നു. ബസ് സ്റ്റോപ്പിൽ ഇരുന്നു കൊണ്ട് അവൻ ഓർത്തു, അവൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. പണ്ടത്തെ തൊട്ടാവാടി പെണ്ണല്ല ഇപ്പോൾ. ടീനയ്ക്ക് മോൻ വേണമെന്നായിരുന്നു. തനിക്കു മോളും. കുട്ടികളുടെ പേരുവരെ കണ്ടുപിടിച്ചു വച്ചിരുന്നു. അവളു സുഖായി ഇരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ സന്തോഷം തോന്നി. തന്റെ കൂടെ പോന്നിരുന്നെങ്കിൽ അവൾക്ക് ഇത്രയും സൗകര്യങ്ങൾ ഒന്നും കൊടുക്കാൻ തനിക്കു പറ്റുമായിരുന്നില്ല. മനസ്സിലെ സ്നേഹം മുഴുവനും മാത്രമേ ഉണ്ടാകൂ. അമ്പിളിയുടെ ഹോണടി കേട്ടാണ് അവൻ ചിന്തകളിൽ നിന്നും ഉണർന്നത്. കണ്ടക്ടർ ഗിരീഷേട്ടൻ ബസ്സിൽ നിന്നും ഉറക്കി വിളിച്ചു ചോദിച്ചു, എങ്ങോട്ടാ രഘു? അരി വാങ്ങുവാൻ ഇറങ്ങിയതാ ഗിരീഷേട്ടാ എന്ന് പറഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് നടന്നു. ജീവിതമെന്ന പിടികിട്ടാത്ത പ്രഹേളികയെക്കുറിച്ചോർത്തവൻ അത്ഭുതപ്പെട്ടു.